ഉസ്മാൻ കേഫൽ ഹാൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതായത് നമ്മൾ ഈ ബാങ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ സംഭവങ്ങളിൽ പോയപ്പോൾ ഇന്നലെ കിട്ടിയൊരു ചെറിയൊരു അറിവാണ്. നമ്മളിത് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അതിൽ പുറത്ത് ഒരുപാട് ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഊരി വെച്ചിട്ട് അത് ആവശ്യമുള്ളതാണോ? ശരിക്കും ബാങ്കിൽ പോകുന്ന സമയത്ത് ശരിക്കും നമ്മൾ ബാങ്കിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ചെരുപ്പ് പുറത്ത് അയച്ചു വെക്കണം എന്നുള്ള നിയമമുണ്ടോ? കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നിയമം ഉള്ളതായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ അവസ്ഥ എന്താണ്? നമ്മൾ തന്നെ പറയുന്നുണ്ട്, സ്കിൻ ടു സ്കിൻ ടച്ച് ആയി കഴിഞ്ഞാൽ പല രോഗങ്ങൾ വരും. പിന്നെ ഈ ബാങ്കിലൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ അവിടെ ഉപയോഗിക്കുന്ന സേഫ്റ്റി പിന്ന് അല്ലെങ്കിൽ ഈ കുത്താൻ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ അങ്ങനെ പിന്നുകളും കാര്യങ്ങളൊക്കെ കാലിന് കുത്തിക്കയറാൻ സാധ്യതയില്ല. പിന്നെ ഈ നമ്മൾ നല്ല വൃത്തിയാക്കി ചില ആൾക്കാർക്ക് കാലിന് പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സ്കിൻ ടച്ച് നമ്മളുടെ കാലിൽ ടച്ച് ചെയ്തതിന് ശേഷം വേറെ ആൾക്കാർ അതിൻ്റെ മുകളിൽ സ്പർശിക്കുകയും അതിലൂടെ ആ രോഗങ്ങൾ പകരാൻ സാധ്യതയില്ലേ? പിന്നെ വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ചെരുപ്പ് ഇത്രയും കുറച്ച് വില കൂടിയുള്ള ചെരുപ്പായിരിക്കില്ലേ നമ്മളെല്ലാവരും ഇടുന്നത്, യൂസ് ചെയ്യുന്നത്. വില കുറഞ്ഞാലും വില കൂടി കഴിഞ്ഞാൽ സ്വന്തം കാര്യത്തിൽ വലിയ വിലയുള്ള സംഭവങ്ങൾ തന്നെ ആയിരിക്കില്ലേ. ആ ഒരു വിലപിടിപ്പുള്ള സാധനം പുറത്ത് വെച്ച് പോയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ അവിടെ കാണാത്ത അവസ്ഥയിലേക്ക് ഉത്തരം പറയും. അല്ലെങ്കിൽ ഈ ബാങ്കുകളിലൊക്കെ നമ്മൾ ഇതിനായിട്ടുള്ളൊരു ഷെൽഫോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ സ്വന്തം ഉത്തരവാദിത്വത്തിലോ ചെയ്യേണ്ട ഒരു സംഭവമല്ലേ ഇത്? ഇങ്ങനെ ഒരു നിയമം നിഷ്കർഷിക്കുന്നുണ്ടോ ഈ ഒരു സംഭവം, ചെരുപ്പ് പുറത്ത് ഊരിയിടണം എന്നുള്ളതൊക്കെ? അതൊക്കെ ഒരു സംഭവം നല്ല രീതിയിൽ നടക്കുന്നൊരു സംഭവമാണോ? അപ്പോൾ ഞാൻ അന്വേഷിച്ചതിൽ നിന്നും എനിക്ക് കിട്ടിയൊരു വിവരം എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനത്തെ ധനകാര്യ സ്ഥാപനങ്ങളിലോ ബാങ്കുകളിലൊക്കെ പോകുന്ന സമയത്ത് ചെരുപ്പൊന്നും പുറത്ത് വെക്കേണ്ട ആവശ്യമില്ല. സെക്യൂരിറ്റിക്കാരോ അങ്ങനെ എന്തെങ്കിലും പുറത്ത് വെക്കാനുള്ള ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒന്നുകിൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഉറപ്പോടുകൂടി നിങ്ങൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നുള്ള ഉറപ്പോടുകൂടി വെക്കുകയോ അല്ലെങ്കിൽ ഷെൽഫും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഉണ്ടാക്കി കാണിച്ചു തരികയോ ചെയ്യുകയാണെങ്കിൽ ഇത് വെക്കാമെന്നാണ് നിയമ ഉപദേശകർ പറയുന്നത്. അല്ലാത്ത പക്ഷം ഇങ്ങനത്തെ ഒരു നിയമം ഇന്ത്യയിൽ നിന്നുള്ളൊരു സംഭവം ഇല്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും ചെരുപ്പ് ധരിച്ച് ബാങ്കുകളിലേക്ക് കടന്നു ചെല്ലാം. എല്ലാവരുടെയും പോലെ വിനീതൻ പിള്ളയെ ആവരുത്. ഇതൊരു ധാർഷ്ട്യത്തിൻ്റെയോ അല്ലെ മറ്റുള്ള കാര്യങ്ങൾക്കോ അല്ല. നമുക്കൊരു പേഴ്സണൽ ഹൈജീനിക് എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.